2016 ഫെബ്രുവരി 2-ാം തീയതി കാരുണ്യവർഷത്തിൽ കരുണയുടെ ദാസനെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ദൈവകാരുണ്യം നമ്മെ അറിയിച്ചു. നിയുക്ത മെത്രാൻ സഭയിലും ലോകത്തിലും കാരുണ്യത്തിൻ്റെ പ്രകാശഗോപുരമായി പ്രഭ ചൊരിയട്ടെ എന്ന് ആശിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവർഷത്തിൽ ദൈവം നമുക്ക് നൽകിയ ക്രിസ്തുദാസ് മെത്രാൻ കരുണയുടെ ഞായറിൽ അഭിഷിക്തനാകുന്നതും ദൈവകാരുണ്യമാണ്. ദൈവത്തിൻ്റെ പേര് കരുണയാണ്. നമ്മുടെ ക്രിസ്തുദാസ് മെത്രാനും യേശുവിൻ്റെ കരുണയുടെ ഇടയനായി നമ്മെ നയിക്കാൻ പ്രാർത്ഥനാനിരതരാകാം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ചരിത്രത്തിൻ്റെ സുപ്രധാന ഏടുകളിലേക്ക് പോകാം. ഭാരതത്തിലെ ആദ്യ രൂപതയായ കൊല്ലത്തിൻ്റെയും പോർച്ചുഗീസ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഗോവ, കൊച്ചി രൂപതകളുടെയും തുടർന്ന് രൂപപ്പെട്ട മലബാർ വികാരിയത്തിലെ വരാപ്പുഴ രൂപതയുടെയും പൂർവ്വ പാരമ്പര്യത്തിൽ പങ്കുചേരുന്നവരാണ് തിരുവനന്തപുരം അതിരൂപതയിലെ ലത്തീൻ കത്തോലിക്കർ. ഐത്തവും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന നമ്മുടെ നാട്ടിൽ സാമൂഹ്യനീതിക്ക് വേണ്ടി കൊതിച്ചിരുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ജീവത്യാഗം ചെയ്ത അനേകം മിഷണറിമാരുടെ കഠിനമായ പരിശ്രമ ഫലമായാണ് തിരുവിതാംകൂറിൻ്റെ തെക്കൻ മേഖലയിൽ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത്. ഫ്രാൻസിസ്കൻ, ഡൊമിനിക്കൻ മിഷണറിമാർ തുടങ്ങിവെക്കുകയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറും അനുയായികളും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത വിശ്വാസം ആഴപ്പെടുത്തുവാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് ഋഷിവര്യനായ അലോഷ്യസ് മരിയ ബെൻസിഗർ പിതാവിൻ്റെ കാലഘട്ടത്തിലാണ്. തുടർന്ന് 1937 രൂപം കൊണ്ട തിരുവനന്തപുരം രൂപതയുടെ അധ്യക്ഷനായി ചുമതലയേറ്റ അഭിവന്യ വിൻസെൻ്റ് ഡെരേര പിതാവും പ്രഥമ തദ്ദേശീയ മെത്രാനായ അഭിവന്യ പീറ്റർ ബെർണാഡ് പെരേര പിതാവും അഭിവന്യ ബെനഡിക്റ്റ് ജേക്കബ് അച്ചാരുപറമ്പിൽ പിതാവും രൂപതയെ നയിച്ചു. 1990 സൂസപ്പാക്യം പിതാവ് രൂപതാധ്യക്ഷനായി തിരുവനന്തപുരം പ്രാദേശിക സഭയുടെ വളർച്ചയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന വളരെ വിലപ്പെട്ടതാണ്. ഇവരോടൊപ്പം ഈ മഹത്തായ ദൗത്യത്തിൽ പങ്കുചേരുന്ന ധാരാളം വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ ശ്രേഷ്ഠരുടെയും നിസ്തുലമായ മിഷൻ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. രൂപത സ്ഥാപിതമായതിൻ്റെ 67-ാം വർഷത്തിൽ 2004 ജൂൺ 3-ാം തീയതി തിരുവനന്തപുരം രൂപത അതിരൂപതയായും സൂസപ്പാക്യം മെത്രാൻ മെത്രാപൊലീത്തയായും ഉയർത്തപ്പെട്ടു. അതുവരെ കേരള ലത്തീൻ സഭയ്ക്ക് വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ 11 രൂപതകൾ അടങ്ങുന്ന ഒരു പ്രോവിൻസ് മാത്രമാണുണ്ടായിരുന്നത്. ഈ പ്രോവിൻസ് വിഭജിച്ച് കൊല്ലം, ആലപ്പുഴ, പുനലൂർ, നെയ്യാറ്റിൻകര എന്നീ രൂപതകളെ തിരുവനന്തപുരം അതിരൂപതയുടെ സാമന്ത രൂപതകളാക്കി. അഭിവന്യ സൂസപ്പാക്യം പിതാവ് മെത്രാനായതിൻ്റെ 27-ാം വർഷം തികയുന്ന 2016 ഫെബ്രുവരി 2-ാം തീയതി തിരുവനന്തപുരം അതിരൂപതയ്ക്ക് സഹായ മെത്രാനെ നിയമിച്ചുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചു. നമുക്ക് നമ്മുടെ പുതിയ സഹായ മെത്രാനെ പരിചയപ്പെടാം. തിരുവനന്തപുരം ജില്ലയിലെ അടിമലത്തുറ കടലോര ഗ്രാമത്തിൽ രാജപ്പൻ്റെയും ആഞ്ചലീനയുടെയും 6 മക്കളിൽ മൂത്ത മകനാണ് റവറൻഡ് ഡോക്ടർ ആർ ക്രിസ്തുദാസ്. തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ തീരപ്രദേശ ഗ്രാമമാണ് അടിമലത്തുറ. അറബിക്കടലും കരിച്ചൽ കായലും ചൊവ്വരക്കുന്നും അതിരുകളിടുന്ന അടിമലത്തുറ അതിവേഗം വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുകയാണ്. അടിമലത്തുറയ്ക്ക് എത്തുന്നതിന് മുമ്പ് ചൊവ്വരക്കുന്നിൽ നിന്നും നോക്കിയാൽ ഈ മത്സ്യബന്ധന ഗ്രാമത്തിൻ്റെ വിദൂര ഭംഗി ആസ്വദിക്കാം. മലയും താഴ്വാരവും ഒന്നിക്കുന്ന പ്രദേശമായതുകൊണ്ടാകണം മലയുടെ അടിഭാഗത്തുള്ള തുറ എന്ന പേര് സിദ്ധിച്ചത്. ഒപ്പം അറബിക്കടലിൻ്റെ തലോടലും അനുഭവിക്കുന്ന അതിസുന്ദര ഗ്രാമം. ഫാത്തിമ മാതാ ദേവാലയം അടിമലത്തുറ ഇടവക രൂപപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ദേവാലയം കാലങ്ങൾക്ക് ശേഷം നവീകരിച്ചു. അടിമലത്തുറ ശിലുവമല. അഭിവന്യ പീറ്റർ ബെർണാഡ് പെരേര ആശീർവദിച്ച് മലമേൽ സ്ഥാപിച്ച കുരിശ് അശരണർക്കാശ്രയമായി രക്ഷയുടെ സങ്കേതമായിക്കൊണ്ടിരിക്കുന്നു. അനേകം ഭക്തജനങ്ങളും വിനോദയാത്ര സഞ്ചാരികളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഗത്സമെനിയിലെ മരണവേദനയും കാൽവരിയിലേക്കുള്ള യാത്രയും
ജീവന്റെ സമൃദ്ധിയുടെ അനുഭവവേദ്യമാകുന്ന പുണ്യസ്ഥലമാണ് ശിലുവമല. 4 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന മരിയ നിലയം കോൺവെന്റ്. ബഹുമാനപ്പെട്ട SRA സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി മരിയ നിലയം ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു. കുട്ടികളുടെ പഠനം ക്രമീകരിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ക്രമീകരിക്കുന്നു. ഇടവകയുടെ പ്രധാന ദേവാലയമായ ഫാത്തിമ മാതാ ചർച്ച്, 9,000-ലധികം വരുന്ന ഒരു ഇടവക സമൂഹം, ആത്മീയവും ഭൗതികവുമായ നിരവധി പ്രവർത്തനത്താൽ കർമ്മനിരതമായ അടിമലത്തുറ ഇടവക, അഭിവന്യ ക്രിസ്തുദാസ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് 6 ആൺമക്കളാണ് 71-കാരനായ രാജപ്പനും 61-കാരിയായ ആഞ്ചലീനയ്ക്കും. പ്രാർത്ഥനാ ചൈതന്യവും അനുസരണയും ഐക്യവുമുള്ള സ്നേഹസമ്പൂർണമായ മാതൃകാ കുടുംബം. റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസിൻ്റെ നേരെ ഇളയ സഹോദരൻ വിൽഫ്രഡ് മത്സ്യബന്ധന തൊഴിലാളിയാണ്. മില്ലറ്റ്, ജോയി, ഡോറസ്, ലോർദോൺ എന്നീ ഇളയ സഹോദരങ്ങളെല്ലാം വിദേശത്താണ്. എല്ലാവരും സ്വപ്രയത്നത്താൽ പഠിച്ച് സ്വന്തമായി തൊഴിൽ നേടിയവർ. എല്ലാവരും വിവാഹിതരായി സന്തുഷ്ട കത്തോലിക്ക കുടുംബമായി ജീവിക്കുന്നു. അമ്മ ആഞ്ചലീന ലൂർദുപുരം കോൺവെന്റ് തയ്യൽ കേന്ദ്രത്തിൽ തയ്യൽ ജോലി ചെയ്യുന്ന കാലത്ത് മൂത്ത മകനായ ക്രിസ്തുദാസിനെ ലൂർദുപുരം സെന്റ് ഹെലൻസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തു. തുടർന്ന് പുല്ലുവിള ലിയോ 13th HSS സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. 1987-ൽ മേനംകുളം മൈനർ സെന്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു. തുടർന്ന് പൂനെ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കി. 1998 നവംബർ 25 ക്രിസ്തുരാജത്വ തിരുനാൾ ദിനത്തിൽ ബിഷപ്പ് ഡോക്ടർ സൂസപ്പാക്യം പിതാവിൻ്റെ കൈവയ്പും പ്രാർത്ഥനയും വഴി പൗരോഹിത്യം സ്വീകരിച്ചു. ക്രിസ്തുരാജയുടെ തിരുനാൾ ദിവസം മകനെ പ്രസവിച്ച സന്തോഷം കൊണ്ട് മകന് ക്രിസ്തുദാസ് എന്ന് പേരിട്ടു. ഈ മകനെ ആ ദിവസം രാജൻ്റെ ആ ദിവസം ഞാൻ പ്രസവിച്ചത് കൊണ്ട് ആ മകനെ ആ രീതിയിൽ തന്നെ എനിക്ക് വളർത്തി തരണമെന്ന് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇന്ന് വരെ ഞങ്ങൾ ക്രിസ്തുരാജരുമായിട്ടുള്ള ആ സ്നേഹവും ബന്ധവും ആ മണ്ണിൽ കൂടി അവിടെ എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ക്രിസ്തുരാജരുടെ ആ തിരുനാൾ ദിവസത്തിൽ തന്നെ പൗരോഹിത്യം മകന് നൽകിയത് കൊണ്ടും അതിൻ്റെ സന്തോഷത്തിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മെത്രാൻ പട്ടം മകന് ക്രിസ്തുരാജരുടെ പാദത്ത് വെച്ച് കൊടുക്കുന്നതിനും വളരെ സന്തോഷം ഉണ്ട്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ക്രിസ്തുരാജ സന്നിധിയിൽ മാതാപിതാക്കൾ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും പ്രാർത്ഥിക്കാനെത്തുമായിരുന്നു. 1971 നവംബർ 25-ാം തീയതി ക്രിസ്തുരാജത്വ തിരുനാൾ ദിനത്തിൽ നിയുക്ത മെത്രാൻ ക്രിസ്തുദാസ് ജനിച്ചതിനാൽ ക്രിസ്തുദാസ് എന്ന പേര് മാതാപിതാക്കൾ നൽകി. 1998 നവംബർ 25-ാം തീയതി ക്രിസ്തുരാജത്വ തിരുനാൾ ദിനത്തിൽ സ്വന്തം ഇടവകയായ അടിമലത്തുറ ഫാത്തിമ മാതാ ദൈവാലയത്തിൽ വച്ച് അഭിവന്യ സൂസപ്പാക്യം പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. നീരോടി സെന്റ് നിക്കോളോസ് പള്ളിയിൽ വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം. 1999 മുതൽ 2001 വരെ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തുടർന്ന് പരുത്തിയൂർ ഇടവകയിൽ പൗരോഹിത്യധർമ്മം അനുഷ്ഠിക്കുകയും ഇടവകയുടെ ചിരകാല അഭിലാഷമായ ക്രൈസ്റ്റ് ദ കിങ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകി. അതിനുശേഷം രൂപത യുവജന കമ്മീഷൻ KCYM ഡയറക്ടർ, ജൂബിലി മെമ്മോറിയൽ ആശുപത്രി ചാപ്ലിൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. റവറൻഡ് ക്രിസ്തുദാസ് 2004-ൽ ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയി. ഓസ്ട്രിയയിൽ നിന്ന് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം റോമിലെ സ്കലബ്രിനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്റ്ററൽ തിയോളജിയിൽ ലൈസൻഷിയേറ്റ് ബിരുദവും ഉർബൻ സർവകലാശാലയിൽ നിന്ന് മിസിയോളജിയിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് 2010 മുതൽ 2012 വരെ ആലുവ കാർമൽഗിരി പൊന്തിഫിക്കൽ സെമിനാരിയിൽ അധ്യാപകനായും ആധ്യാത്മിക ഗുരുവായും സേവനമനുഷ്ഠിച്ചു. 2013 മുതൽ തിരുവനന്തപുരം സെന്റ് വിൻസെന്റ് മൈനർ സെമിനാരി റെക്ടറും
കൊച്ചുതുറ ഇടവക വികാരിയും വൈദിക സന്യസ്ത ബോർഡിന്റെ ഡയറക്ടറായും പ്രവർത്തിച്ചു വരികയായിരുന്നു. പരിശുദ്ധ പാപ്പയുടെ നിയമന ഉത്തരവ് തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത സൂസപ്പാക്യം പിതാവിൽ നിന്നും ശ്രവിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയമനം ഇപ്പോൾ ഇന്ത്യൻ സമയം 4:30 മണിയോടുകൂടി വത്തിക്കാൻ റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഇന്ത്യയിലെ മാർപ്പാപ്പയുടെ പ്രതിനിധി അഭിവന്യ സൽവത്തോറെ പെനാക്കിയോ എനിക്കയച്ച സന്ദേശം ഞാനിപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇവിടെ വായിക്കാം. Your Grace, I have the pleasure to inform you that the Holy Father has appointed Reverend Father Christudas Rajapan, Reverend Father Christudas Rajapan of the clergy of Trivandrum of Latins as Auxiliary Bishop of Trivandrum of Latins. ഈ നിയമന വാർത്ത 2016 ഫെബ്രുവരി മാസം 2-ാം തീയതി ഉച്ചയോടുകൂടി, അതായത് ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മണിയോടുകൂടി റോമിൽ പരസ്യപ്പെടുത്തുന്നതാണ്. അതുവരെ ഈ രഹസ്യം പൊന്തിഫിക്കൽ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സഹായ മെത്രാന് അവിറ്റ ബിബ എന്ന സ്ഥാനിക മെത്രാൻ്റെ പദവികയാണ് പരിശുദ്ധ പിതാവ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ദൈവരാജ്യത്തെ വിശുദ്ധിയിലേക്കും സ്നേഹ സുവിശേഷ സാക്ഷ്യത്തിലേക്കും നയിക്കുന്ന ദൗത്യത്തിൽ പുതിയ സഹായമെത്രാൻ അങ്ങേക്ക് വലിയൊരു സഹായവും സഹകാരിയുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാം. ഞാൻ ഇന്ന് നിയുക്തനായിരിക്കുന്നത് ഒരു സഹായ മെത്രാനായിട്ടാണ്. ഈ അവസരത്തിൽ സ്നേഹ ബഹുമാനമുള്ള അഭിവന്യ സൂസപാക്യം പിതാവിന് ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഞാൻ നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹബഹുമാനമുള്ള മുൻസിഞ്ഞോർമാരുണ്ട്, നമ്മുടെ അച്ഛന്മാരുണ്ട്, സന്യസ്തർ ഉണ്ട്. ഇവിടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എൻ്റെ വളർച്ചയിൽ സഹായിച്ചവരാണ് എല്ലാവരും തന്നെ. ഏറെ സ്നേഹത്തോടും വളരെ വാത്സല്യത്തോടുമാണ് എല്ലാ മുതിർന്ന അച്ഛന്മാരും മുൻസിഞ്ഞോർമാരും അതുപോലെ തന്നെ ഇളയ സഹോദരന്മാരുമൊക്കെ ഇടപെട്ടിട്ടുള്ളത്. ആ സ്നേഹം എന്നും നിലനിർത്തണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കേരള സഭയിൽ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക സഭയ്ക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. ആ തലസ്ഥാന നഗരത്തിൻ്റെ വികാരങ്ങളും പ്രാദേശിക സഭയുടെ പ്രതീക്ഷകളും ഭാരതസഭയുടെ സ്വപ്നങ്ങളും ഉയർത്തിക്കൊണ്ട് സഭാംഗങ്ങൾക്ക് ദിശാബോധം നൽകാൻ അഭിവന്യ ക്രിസ്തുദാസ് പിതാവിൽ സർവേശ്വരൻ സമൃദ്ധമായ അനുഗ്രഹങ്ങളും കൃപാവരങ്ങളും ചൊരിയട്ടെ.